The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi everyone, welcome back. Today let's learn a new chapter, chapter 6, linear inequalities. Okay, first introduction to inequations. Okay, first topic, what is equation? Okay, so equation means we have seen examples of equation of 1 and 2 variables where the unknown variable can be founded by equating to the known values. Equation always uses the sign symbol, equal symbol. So 10x is equal to 30. അതായത് നമുക്ക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വേരിയബിൾസിന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇക്വേഷൻസ് ഫോം ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സൈനാണ് യൂസ് ചെയ്യുക? ഈക്വൽ സിമ്പിൾ യൂസ് ചെയ്തിട്ട് എഴുതുമ്പോഴാണ് നമുക്ക് അതിന് എന്ത് പറയുന്നത്? ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഇക്വേഷൻ ഓർ ഇൻഇക്വാലിറ്റി definition. Let us now consider the example of situation which cannot be expressed by an equation. We need alternate method to mathematically express such situation. അല്ലേ, നമുക്ക് എല്ലാ സിറ്റുവേഷനിലും ഈക്വൽ ആയിട്ട് എപ്പോഴും പറയാനായിട്ട് പറ്റുമോ? ഇല്ല. സോ ഈക്വൽ അല്ലാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ടേംസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇൻഇക്വേഷൻ ഓർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സിൻസ് two sides are not equal, we express given situation by an inequality sign, right? And hence such an expression is called an equation. ഓക്കെ, ആൻഡ് ഇൻഇക്വേഷൻ നമുക്കറിയാം ടു സൈഡ്സ് ഈക്വൽ അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ട് ഈക്വൽ ചെയ്തു അല്ലേ. സോ അങ്ങനെ രണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ രണ്ട് സൈഡ്സ് ഈക്വൽ അല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഇക്വൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഇക്വേഷൻ എന്ന് പറയുന്ന ടേംസ്. ഓക്കെ, സോ ഇൻഇക്വേഷൻ യൂസസ് ദ സിമ്പിൾ. അപ്പോൾ നമുക്ക് ഈക്വൽ സിമ്പിൾ ആണ് നമ്മൾ പറഞ്ഞു ഇക്വേഷന് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇക്വേഷൻ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈക്വൽ സിമ്പിൾ യൂസ് ചെയ്യുന്നു. ലൈക്ക് ദാറ്റ് ഇൻഇക്വാലിറ്റീസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇൻഇക്വേഷൻ യൂസസ് ദ സിമ്പിൾസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, greater than or equal to. These four symbols we have to use means we can say it is a inequality or inequation. Clear? Next, inequation that use one variable are called inequality with one variable. Inequation that uses two variables are called the inequalities with two variables. അതായത് ഇൻഇക്വാലിറ്റീസ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻഇക്വാലിറ്റി വിത്ത് വൺ വേരിയബിൾ ആൻഡ് ഇൻഇക്വാലിറ്റി വിത്ത് ടു വേരിയബിൾ. ഓക്കെ, സോ ഇൻഇക്വേഷൻ വൺ വേരിയബിൾ ഓർ ടു വേരിയബിൾ, രണ്ട് വേരിയബിൾ യൂസ് ചെയ്യാം. എക്സ് എന്നുള്ള വൺ വേരിയബിൾ യൂസ് ചെയ്യാം ഓർ എക്സ് ആൻഡ് വൈ എന്നുള്ള ടു വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് സൂചിപ്പിക്കാനായിട്ട് പറ്റും? ഡിനോട്ട് ചെയ്യാം, ഇൻഇക്വാലിറ്റീസിനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കൺസിഡർ ദിസ് എക്സാമ്പിൾ വെർ വൺ സൈഡ് ഓഫ് ദി സീസോ ഈസ് നോട്ട് ഈക്വൽ ടു ദി അതർ. അല്ലേ, രണ്ട് നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ദിസ് ടു സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. സിൻസ് ദ ടു സൈഡ്സ് ആർ നോട്ട് ഈക്വൽ വി എക്സ്പ്രസ് ഗിവൺ സിറ്റുവേഷൻ ബൈ ആൻ ഇൻഇക്വാലിറ്റി. ആ സിറ്റുവേഷൻ ഈക്വൽ അല്ല, സോ വി ഹാവ് ടു എക്സ്പ്രസ് ബൈ ദി ഇൻഇക്വാലിറ്റി ആൻഡ് ഹെൻസ് സച്ച് എക്സ്പ്രഷൻ ഈസ് കോൾഡ് ഇൻഇക്വേഷൻ. ഓക്കെ, ഈക്വൽ അല്ലാതെ വരുന്ന സിറ്റുവേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ് ആണ് ഇൻഇക്വേഷൻ എന്ന് പറയുന്നത്. സോ 6x ലെസ് ദാൻ 12. Okay, 6x less than 12. This is example of inequality. Okay, next inequality with the two variables. First നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6x less than 12 ആണ് അല്ലേ. That means x എന്നുള്ള only one variable is there. So now inequality with the two variables. നോക്കൂ, ഇവിടെ ടു വേരിയബിൾസ് ഉണ്ട്. സം ആപ്പിൾ ഈസ് ദർ, സം ഓറഞ്ച് ഈസ് ദർ അല്ലേ. സോ ആപ്പിൾ വി കൺസിഡർ ആസ് എക്സ്, ഓറഞ്ച് വി കൺസിഡർ ആസ് വൈ. Okay, so we have here two variables. Okay, so next consider a situation where some apples and orange are to be purchased with 300. Okay, the apple costs 25 per kg while orange costs 30 per kg. Okay, this can be expressed mathematically. So 25x plus 30y less than or equal to 300. So here was the inequation with the two variables or inequality with the two variables.
Okay. Next, types of inequalities. Okay. Inequalities are different types. ഫസ്റ്റ് നോക്കൂ എത്ര ടൈപ്സ് ഉള്ളത്. ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റി, ലിറ്ററൽ ഇൻഇക്വാലിറ്റി, ഡബിൾ ഇൻഇക്വാലിറ്റി, സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി, സ്ലാക്ക് ഇൻഇക്വാലിറ്റി, ലീനിയർ ഇൻഇക്വാലിറ്റി ആൻഡ് ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി. ഓക്കെ, ഹൗ മെനി ടൈപ്സ് ആർ ദർ? 3, 6, 7 ടൈപ്സ് ആർ ദർ. ഓക്കെ, നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റി. പേരിൽ തന്നെ ഉണ്ട്. ന്യൂമറിക്കൽ മീൻസ് വാട്ട്? ആ ഇൻഇക്വാലിറ്റി ഇൻക്ലൂഡിങ് ദ നമ്പേഴ്സ് ഓൺലി. Okay, 4 less than 7. Like here 4 balls are here less 7 balls are there. So we know that 4 less than 7. അപ്പോൾ ഒരു ഇൻഇക്വാലിറ്റിയിൽ നമ്പേഴ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ we can say it is a numerical inequality. Okay. Second one is literal inequalities. Okay, the number of balls on the left side are 8. Then while the white on the back of the right side is unknown. ഇതിൻ്റെ നമുക്ക് ഇത്രയാണെന്ന് അറിയാൻ പറ്റും. ഹിയർ വി ഡോണ്ട് നോ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ അൺനോൺ വേരിയബിൾസ് വി കൺസിഡർ ആസ് എക്സ് ഓർ വൈ എനിത്തിങ്. ഓക്കെ, അപ്പോൾ ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് മാത്തമാറ്റിക്കലി ബൈ, ഇവിടെ നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയാം? 8 ഉണ്ട്. ഇവിടെ നമുക്ക് അൺനോൺ വേരിയബിൾ ആണ്. സോ വി ക്യാൻ സേ എക്സ് ഗ്രേറ്റർ ദാൻ 8 അല്ലേ. സിൻസ് ദ ഇൻഇക്വാലിറ്റി യൂസസ് എ വേരിയബിൾ ആൻഡ് എ നമ്പർ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇൻഇക്വാലിറ്റി സൈൻ ഇറ്റ് ഈസ് കോൾഡ് ലിറ്ററൽ ഇൻഇക്വാലിറ്റി. ഓക്കെ, അതായത് ഒരു സൈഡ് വേരിയബിളും അനദർ സൈഡ് എന്താ നമ്പേഴ്സും ഉണ്ടാവും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ഗ്രേറ്റർ ദാൻ 8 ഓർ എക്സ് ലെസ് ദാൻ 8 ഓർ 8 ലെസ് ദാൻ എക്സ് ഓർ 8 ഗ്രേറ്റർ ദാൻ എക്സ്. ലൈക്ക് ദറ്റ് വി കൺസിഡർ ആസ് എ ലിറ്ററൽ ഇൻഇക്വാലിറ്റി. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഡബിൾ ഇൻഇക്വാലിറ്റി അല്ലേ. ഡബിൾ ഇൻഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താ മീൻസ്? രണ്ട് ഇൻഇക്വാലിറ്റിയുടെ സിമ്പിൾ ഉണ്ടാവും അല്ലേ. ഡബിൾ മീൻസ് വാട്ട്? 2 അല്ലേ. 2 സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ടാവും ഇൻഇക്വാലിറ്റീസിൽ. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിയർ വാട്ട്? എക്സ് ലെസ് ദാൻ 8 അല്ലേ. അപ്പോൾ രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ദീസ് ടു ഇൻഇക്വാലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് വൺ എക്സ്പ്രഷൻ 4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 8 അല്ലേ. ഇത് മീൻസ് എന്താ? എക്സിൻ്റെ വാല്യൂ 4നേക്കാൾ വലുതാണ് അല്ലേ. എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 4. ഹിയർ ഈസ് വൺ എക്സ് ഈസ് ലെസ് ദാൻ 8. അപ്പോൾ 4 in x, so x is in between 4 and 8, right? Okay, x in between 4 and 8. So we can say 4 less than x less than 8. Okay, so such expression is called the double inequality. അതായത് ഒരു എക്സ്പ്രഷൻ, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ തന്നെ ഡബിൾ ഇൻഇക്വാലിറ്റീസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ we can say it is a double inequality. Okay. The next one പറഞ്ഞു സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി അല്ലേ. സ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. സ്ട്രിക്റ്റ് ആയിട്ട് അതെന്താ? ലെസ് ദാൻ ആണെങ്കിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ലേ. അവിടെ ഒരിക്കലും എന്ത് വരുന്നില്ല? ഈക്വൽ സിമ്പൽ വരില്ല. ലെസ് ദാൻ പറഞ്ഞാൽ അത് ലെസ് ദാൻ തന്നെ. ഓക്കെ, അതാണ് നമുക്ക് സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. നോക്കൂ, 3x മൈനസ് 5 ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അല്ലെങ്കിൽ 2x പ്ലസ് 6y ലെസ് ദാൻ 5. അവിടെ ഒരിക്കലും എന്തിൻ്റെ സിമ്പിൾസ് വരില്ല? ഈക്വൽ സിമ്പിൾ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ വരില്ല. ലെസ് ദാൻ ആണെങ്കിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ. സോ ഇറ്റ് ഈസ് കോൾഡ് ദി സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി. ദ ഇൻഇക്വാലിറ്റി ഓഫ് ദ ടൈപ്പ് ഷോൺ വേർ ദ റിലേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ either the simple less than, that is less than or ഗ്രേറ്റർ ദാൻ അല്ലേ, ഈസ് കോൾഡ് ദി സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി. അപ്പോൾ സ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരിക്കലും ഈക്വൽ സിമ്പിൾ വരില്ല. ഒന്നില്ലെങ്കിൽ അതെന്തായിരിക്കും? either it is less than or it is greater than. Okay, the next slack inequality അല്ലേ. The inequality of the type shown where the relation is expressed by the either the simple less than or equal to or greater than or equal to. Less than or equal to അല്ലെങ്കിൽ greater than or equal to ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ we can say it is a slack inequality. സ്ട്രിക്റ്റ് അല്ല അല്ലേ. സ്ട്രിക്റ്റ് അല്ലെങ്കിൽ എന്താ? it is called slack inequalities. For example, 3x minus 5 greater than or equal to 0, 5x minus 2y greater than or equal to 0, x square plus 6x plus 20 less than or equal to 0. അതായത് less than or equal to greater than or equal to. സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റിയുടെ കൂടെ ഈക്വൽ കൂടെ വരികയാണെങ്കിൽ അതെന്തായിട്ട് മാറി? സ്ലാക്ക് ഇൻഇക്വാലിറ്റീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിട്ട് ലീനിയർ ഇൻഇക്വാലിറ്റി അല്ലേ. ലീനിയർ മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ. സോ ലീനിയർ ഇൻഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ എപ്പോഴും എന്താ? 3x നമുക്ക് അതിന് 2 ടൈപ്പായിട്ട് പറയാം. ഒന്ന് 1 വേരിയബിൾ ഉണ്ടാവും, അനദർ വൺ ഈസ് 2 വേരിയബിൾ. സോ ഇൻഇക്വാലിറ്റി ദാറ്റ് ഹാവ് ഓൺലി 1 വേരിയബിൾ ഓർ കോൾഡ് ദി ഇൻഇക്വാലിറ്റി ഇൻ 1 വേരിയബിൾ അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് എന്നൊരു വേരിയബിൾ മാത്രമാണുള്ളത്. സോ 3x minus 5 greater than 0 or 5x plus 10 less than or equal to 0. It is called the linear inequality with 1 variable. Okay, so next in the 2x plus 6y, here 2 variables are there, but it is in the first degree equation also. So we can say it is called the inequality that have 2 variables or called the inequality in 2 variables. Okay,
Next, quadratic inequality with one variable. Quadratic means what? Second degree. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? ക്വാഡ്രാറ്റിക് മീൻസ് വാട്ട്? സെക്കൻഡ് ഡിഗ്രി. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 16 ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 25 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ആ ഇക്വേഷൻ എന്തിൻ്റെ ഫോമിലായിരിക്കും? ക്വാഡ്രാറ്റിക് ഫോമിലായിരിക്കും അല്ലേ? ദ ഇനിക്വാലിറ്റി ഓഫ് ദ ടൈപ്പ് ഷോൺ വെയർ ദ എക്സ്പ്രഷൻ ഈസ് ആൻ ക്വാഡ്രാറ്റിക് ഫോം ആൻഡ് ദ റിലേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ എനി ഓഫ് ദ ഇനിക്വാലിറ്റി സിമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു greater than or equal to are called the quadratic inequalities. Okay, so these are the different types of inequalities. Clear? Next, linear inequality rules. കുറച്ച് റൂൾസ് ഉണ്ട് നമുക്ക് ലീനിയർ ഇൻഇക്വാലിറ്റീസ്. അപ്പോൾ എന്തൊക്കെയാണ് ആ റൂൾസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, റൂൾ നമ്പർ 1, when equal numbers are added to or subtracted from both sides of an inequality, the nature of the inequality remains same. അല്ലേ? അതായത് ഒരു ഇൻഇക്വാലിറ്റിയുടെ രണ്ട് സൈഡും ഒരേ ഒരു നമ്പർ കൊണ്ട് നമുക്ക് ആഡ് ചെയ്താലും അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്താലും അതിൻ്റെ ഇൻഇക്വാലിറ്റിക്ക് നോ ചേഞ്ച്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കൂ, എക്സ് ലെസ് ദാൻ 6 ആണ് അല്ലേ? എക്സ് ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ നമ്മൾ 2 എന്നുള്ള നമ്പർ രണ്ട് സൈഡും ആഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ എക്സ് പ്ലസ് 2 ലെസ് ദാൻ 6 പ്ലസ് 2 അല്ലേ? 6 പ്ലസ് 2 8. ഇവിടുന്ന് 2 കൂടിക്കഴിഞ്ഞാൽ ഇവിടെയും എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിൽ 2 ആഡ് ചെയ്താൽ റൈറ്റ് സൈഡിലും 2 ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ സൈന് ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സെയിം നമ്പറിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് എക്സ് പ്ലസ് 2 ലെസ് ദാൻ 6 പ്ലസ് 2. 6 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 8 അല്ലേ? ദാറ്റ് ഇംപ്ലൈസ് എക്സ് പ്ലസ് 2 ലെസ് ദാൻ 8. ദ നാച്ചർ ഓഫ് ഇൻഇക്വാലിറ്റി ഈസ് ലെസ് ദാൻ ഈസ് സെയിം അല്ലേ? അപ്പോൾ അവിടുത്തെ ഇൻഇക്വാലിറ്റിക്ക് എന്താ? ലെസ് ദാൻ ഒരു സൈനും ചേഞ്ച് സംഭവിച്ചില്ല, അത് സെയിം ആയിരിക്കും. അതാണ് റൂൾ നമ്പർ 1 അല്ലേ? അതായത് ഒരു സെയിം നമ്പർ നമ്മൾ ഇൻഇക്വാലിറ്റിയുടെ രണ്ട് സൈഡും ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ ഇൻഇക്വാലിറ്റി എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഇറ്റ് ഹാസ് നോ ചേഞ്ച്. ക്ലിയർ? ഓക്കെ. Next, rule number 2, when both sides of an inequality are multiplied or divided by a positive number, the nature of the inequality remains same. അല്ലേ? നമ്മളിപ്പോൾ അഡീഷനും അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ്റെ കേസും പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് നമ്പർ അല്ലേ? രണ്ട് സൈഡും ഒരു ഇൻഇക്വാലിറ്റിയുടെ രണ്ട് സൈഡും പോസിറ്റീവ് നമ്പർ മൾട്ടിപ്പിൾ ചെയ്യുകയോ പോസിറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഇൻഇക്വാലിറ്റിക്ക് എന്തില്ല? നോ ചേഞ്ച്, റിമൈൻസ് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിളാണ് ഇവിടെ എക്സ് ലെസ് ദാൻ 6 വന്നിട്ടുണ്ട് അല്ലേ? 2 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്താ വരും? നമുക്ക് 2x ലെസ് ദാൻ 12. അവിടെ ലെസ് ദാൻ ഇൻഇക്വാലിറ്റിക്ക് ഒരു സൈനും ചേഞ്ച് വന്നില്ല. ഓക്കെ, ഇനി നോക്കൂ, വെൻ ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇൻഇക്വാലിറ്റി ആർ മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ എ നെഗറ്റീവ് നമ്പർ, ദ നാച്ചർ ഓഫ് ദ ഇൻഇക്വാലിറ്റി ഈസ് റിവേഴ്സ്ഡ് അല്ലേ? അപ്പോൾ തേർഡ് കേസ് എന്ന് പറയണത് നമ്മളൊരു പോസിറ്റീവ് നമ്പർ ആകുമ്പോൾ ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ? ബട്ട് ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് വി ഹാവ് ടു മൾട്ടിപ്ലൈ ഓർ ഡിവൈഡഡ് ബൈ ദ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇൻഇക്വാലിറ്റി, the sign will be reverse. Less than എന്തായിട്ട് മാറും? ഗ്രേറ്റർ ദാൻ ആവും. ഗ്രേറ്റർ ദാൻ പോയിട്ട് എന്തായിട്ട് മാറും? ലെസ് ദാൻ ആവും. ഓക്കെ, സൈൻ റിവേഴ്സ് ആവും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. 4x ലെസ് ദാൻ 12 ആണ്. ഓക്കെ, 4x ലെസ് ദാൻ 12 ആണ്. സോ വി ഹാവ് ഡിവൈഡഡ് ബൈ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെന്തായിട്ട് മാറും? 4x ഡിവൈഡഡ് ബൈ -2 ലെസ് ദാൻ 12 ബൈ -2. അപ്പോൾ ഇവിടെ -2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ലെസ് ദാൻ സിമ്പിൾ എന്തായിട്ട് മാറും? ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ 4/2 പറയുമ്പോൾ -2x, 12/2 എന്ന് പറയുമ്പോൾ -6. ദ നാച്ചർ ഓഫ് ഇൻഇക്വാലിറ്റി ചേഞ്ചസ് ഫ്രം ലെസ് ദാൻ ടു ഗ്രേറ്റർ ദാൻ. തിരിച്ചും അങ്ങനെ തന്നെ, ഗ്രേറ്റർ ദാൻ ടു ലെസ് ദാൻ. ഓക്കെ, റൂൾസ് ഇപ്പോൾ ക്ലിയർ ആയോ? അതായത് ഒരു പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻഇക്വാലിറ്റി സെയിം തന്നെ ആയിരിക്കും. ബട്ട് വി ഹാവ് ടു മൾട്ടിപ്ലൈ ഓർ ഡിവൈഡഡ് ബൈ എ നെഗറ്റീവ് നമ്പർ, ദ സൈൻ വിൽ ബി റിവേഴ്സ്ഡ്. ദാറ്റ് മീൻസ് ലെസ് ദാൻ ചേഞ്ചസ് ടു ഗ്രേറ്റർ ദാൻ സൈൻ ചേഞ്ചസ് ടു ലെസ് ദാൻ. ക്ലിയർ? നെക്സ്റ്റ്, the solution of linear inequality linear inequality solution. Okay, the solution of a linear equation are those values which satisfy the inequality x greater than or equal to 2. x greater than or equal to 2 കൊണ്ട് മീൻ ചെയ്യേണ്ട എക്സിൻ്റെ വാല്യൂ 2നേക്കാൾ കൂടുതലാവാം അല്ലേ? അപ്പോൾ നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ 2നേക്കാൾ കൂടുതലാവാന്ന് പറയുമ്പോൾ 2, 3, 4 എക്സെട്ര ടു ഇൻഫിനിറ്റി വരെ വരാം. ഓക്കെ, സോ എക്സിൻ്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ എക്സ് ലെസ് ദാൻ -3 എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യേണ്ടത്? എക്സിൻ്റെ വാല്യൂ 3നേക്കാൾ കുറവാണ്. അപ്പോൾ 3നേക്കാൾ കുറവെന്ന് പറയുമ്പോൾ 3 നോട്ട് ഇൻക്ലൂഡഡ് ആൾസോ അല്ലേ? അപ്പോൾ -ഇൻഫിനിറ്റി തൊട്ട് ഏത് വരെ വരാം? -4 വരെ വരാം. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ദ എക്സ് ദാറ്റ് ഇസ് സാറ്റിസ്ഫൈ ദ ഇൻഇക്വാലിറ്റി ഫോംസ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇൻഇക്വാലിറ്റി. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട വാല്യൂസ് ആണ് 2, 3, 4, 5 എക്സെട്ര.
ഇൻഫിനിറ്റി. അതായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ സെറ്റ്. ആ ഇൻഇക്വാലിറ്റിയുടെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് എന്താ? 2, 3, 4, 5 എക്സെട്ര ടു ഇൻഫിനിറ്റി. ഓക്കെ, രണ്ടാമത്തെ ഇൻഇക്വാലിറ്റി എക്സ് ലെസ് ദാൻ -3 എന്ന് പറയുന്ന ഇൻഇക്വാലിറ്റിയുടെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -∞ ടു -4. ഓക്കെ, അതായത് ആ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണോ അതായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ സെറ്റ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, algebraic solutions of linear inequalities in one variable and their graphical representation. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു 30x ലെസ് ദാൻ 200 ഒരു ഇൻഇക്വാലിറ്റി നമ്മൾ കൺസിഡർ ചെയ്തു അല്ലേ? 30x ലെസ് ദാൻ 200. അപ്പോൾ നമുക്കിവിടെ എക്സിന് ഓരോ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 30 ലെസ് ദാൻ 200 ആണ്. ഇറ്റ്സ് ട്രൂ നോ? 30 എന്ന് പറയുന്നത് 200നേക്കാൾ ചെറുതാണ്. 30 ലെസ് ദാൻ 200. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്. ഓക്കെ, ഇനി നമ്മൾ എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിലോ? എക്സിന് 2 ആകുമ്പോൾ 3 × 30 × 2 60. ഇൻ ദിസ് കേസ് ആൾസോ 60 ലെസ് ദാൻ 200. ദാറ്റ് ആൾസോ കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അങ്ങനെ നമ്മൾ എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 90 അല്ലേ? ലെസ് ദാൻ 200. സോ 90 ലെസ് ദാൻ 200 ആണ്. ദാറ്റ് ടൈം ഓൾസോ വി വിൽ ഗെറ്റ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ഇനി നമ്മൾ എക്സിനൊരു അങ്ങനെ കൊടുത്ത് എക്സിനൊരു 7 കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക? 30 × 7 അല്ലേ? 30 × 7 പറയുമ്പോൾ 210 അല്ലേ? 210 ലെസ് ദാൻ 200. ഇത് ട്രൂ ആണോ? 210 അല്ലേ? ഇസ് ഗ്രേറ്റർ ദാൻ 200 എന്നല്ലേ വേണ്ടത്? അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താ? ഇസ് നോട്ട് ട്രൂ. സോ ഈ ഇൻഇക്വാലിറ്റി എന്തായിരിക്കും? ഇതൊരു ഫാൾസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അപ് ടു 6 വരെ അല്ലേ? 30 × 6 180. 180 ലെസ് ദാൻ 200 എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി സൊല്യൂഷൻ സെറ്റ് പറഞ്ഞു. അപ്പോൾ ഇതിൽ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാവാം? 1, 2, 3 എന്നുള്ള എലമെൻറ്റ്സ് അപ് ടു 6 വരെ ആവാം. ഓക്കെ, ഇപ്പോൾ 7 എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഇൻഇക്വാലിറ്റി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് അല്ലേ? ആ കേസിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. എക്സ് 7 ആകുമ്പോൾ ഇതെന്താ? ഫാൾസ് ആണ്. ബാക്കി എല്ലാ കേസിലും ഇതെന്ത്? ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ഡു എ പ്രോബ്ലം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് 30x ലെസ് ദാൻ 200. First case, when x is a natural number. In second case, x is an integer. Solve ചെയ്യുമ്പോൾ നമുക്കറിയാം we have to find out the value of x. Right? Okay. So what is the condition given here? 30x less than 200. So 30x less than 200 പറയുമ്പോൾ we have to find out the value of x. അല്ലേ? അപ്പോൾ x കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിനോട് കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ടേം എന്താ? 30 അല്ലേ? എക്സിനോടുകൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ടേം 30 ആണ്. അപ്പോൾ ആ 30 അവിടെ നിന്ന് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ 30 എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? സോ വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ബൈ 30 ഓൺ ബോത്ത് സൈഡ്സ് അല്ലേ? 30 എന്ന് പറയുന്നത് എന്താ? ഒരു പോസിറ്റീവ് ടേം ആണ്. റൈറ്റ്? ഓക്കെ, അപ്പോൾ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈൻ ചേഞ്ച് വരുമോ? ബൈ റൂൾ 2 നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈയോ ഡിവൈഡോ ചെയ്താൽ സൈൻ വിൽ നോട്ട് ചേഞ്ച് അല്ലേ? സൈൻ വിൽ ബി സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഈ ഇക്വേഷനിൽ വി ഹാവ് ടു ഡിവൈഡഡ് ബൈ 30x by 30 അല്ലേ? പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 200/30. ഓക്കെ, ഇനി 30x by 30 ആകുമ്പോൾ 30 ക്യാൻസൽ, വി ഗോട്ട് എക്സ് അല്ലേ? എക്സ് ലെസ് ദാൻ 20/3. എക്സ് ലെസ് ദാൻ 20/3. ഓക്കെ, ഇനി എക്സ് ഏതൊക്കെ കേസിലാണ് 20/3നേക്കാൾ ചെറുതായിട്ട് വരുന്നത്? അപ്പോൾ നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 20/3 മീൻസ് വാട്ട്? 20/3 ആകുമ്പോൾ 6 പോയിൻറ്റ് സംതിങ് ആണ് വരിക അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട എക്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ അല്ലേ? ഇപ്പോൾ 20/3 എന്ന് പറയുമ്പോൾ നമുക്ക് 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഈ കേസിലൊക്കെ നമുക്ക് എന്ത് വരാൻ പറ്റും? 20/3യേക്കാൾ കുറവ്. 20/3 എന്ന് പറയുമ്പോൾ 6 പോയിൻറ്റ് സംതിങ് ആണ്. നാച്ചുറൽ നമ്പർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ആയിരിക്കും. ക്ലിയർ? ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. എക്സ് ഈസ് ആൻ ഇൻറ്റീജർ. ഇൻറ്റീജർ പറയുമ്പോൾ എന്തൊക്കെ എടുക്കാം? പോസിറ്റീവ് വാല്യൂസ് എടുക്കാം, നെഗറ്റീവ് വാല്യൂസ് എടുക്കാം അല്ലേ? അപ്പോൾ ഇവിടെ 1 വരുന്ന കേസിലും അതായത് ഇതുകൊണ്ട് മെയിൻ ചെയ്യുന്നത് ഇത്രയാണ് കേട്ടോ. എക്സ് ലെസ് ദാൻ 6 പോയിൻറ്റ് സംതിങ് അല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എക്സിന് വാല്യൂ 6 പോയിൻറ്റ് സംതിങ്ങൊക്കെ ചെറുത് അല്ലേ? അപ്പോൾ 6 വരെയുള്ള വാല്യൂസ് ഒക്കെ ചെറുതാണ്. അപ്പോൾ നാച്ചുറൽ നമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ വി ഹാവ് ടു ടേക്ക് 1, 2, 3, 4, 5, 6. ഓക്കെ, ഇനി ഇൻറ്റീജേഴ്സ് ആണ് കൺസിഡർ ചെയ്യണമെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം വരും അല്ലേ? അപ്പോൾ ഇവിടെ ഏത് നെഗറ്റീവ് നമ്പേഴ്സ് ആയാലും -1 ആയാലും -2 ആയാലും -100 ആയാലും -1000 ആയാലും എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും എന്താ? 6നേക്കാൾ ചെറുതല്ലേ?
അല്ലേ 6 ഇങ്ങനെ ചെറുതല്ലേ, അല്ലെങ്കിൽ 20/3 ചെറുതല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് കേസിനെ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ, എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ് അല്ലേ അതിൽ. അതായത് -∞, മൈനസ് എക്സെട്ര, -2, -1, 0, പിന്നെ 1, 2, 3, 4, 5, 6 അല്ലേ. അതായത് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഓൾ നെഗറ്റീവ് നമ്പേഴ്സ് അപ് ടു 6 വരെ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും, -∞ to 6 വരെ വരും. ക്ലിയർ ആയോ? അതായത് 30x < 200 ആകുമ്പോൾ അവിടെ സോൾവ് ചെയ്യുക. സോൾവ് മീൻസ് എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എക്സ് നമ്മൾ നാച്ചുറൽ നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ 1, 2, 3, 4, 5, 6 വരും. എക്സ് ഇസ് ആൻ ഇൻറ്റീജർ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ -∞ തൊട്ട് 6 വരെ വരാം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് 5x - 3 < 3x + 1 when x is an integer, second one x is a real number. ഓക്കെ, അപ്പോൾ ഇവിടെ 5x - 3 < 3x + 1 ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് 5x is equal to -3 എന്നുള്ള, നമുക്ക് ഒന്നില്ലെങ്കിൽ -3 എന്നുള്ള ടേംസ് ആദ്യം -3 നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. സോ വി ഹാവ് ടു ആഡ് വിത്ത് +3, -3 + 3 0 ആയിട്ട് പോകും. അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ ചെയ്യുന്ന പോലെ തന്നെ < 3x + 1. ഓക്കെ, ഈ -3 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്തായിട്ട് പോരും, ഇറ്റ് ഈസ് +3. ഓക്കെ, അതായത് 5x < 3x + 4. ഓക്കെ, 5x എന്ത് വരും, 3x + 4 എന്ന് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് 5x ഓൾറെഡി ഈസ് ഹിയർ. ഇവിടെ ഒരു 3x ഉണ്ട് അല്ലേ, 3x വി ക്യാൻ ടേക്ക് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ 3x ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും, -3x എന്ന് വരും അല്ലേ. അപ്പോൾ 5x - 3x is equal to ബാക്കി എന്താ ഉള്ളത്, ഈക്വൽ അല്ല ലെസ് ദാൻ അല്ലേ. 5x - 3x എന്ത് വരും, 4. ഓക്കെ, സോ 5x - 3x എന്താ, yes it is 2x. സോ 2x < 4. ഓക്കെ, ഇപ്പോൾ 2x < 4 ആണ്. സോ x എന്ത് വരും, 4/2 അല്ലേ. കാരണം നമ്മൾ ഇവിടെ 2ൻ്റെ എക്സിൻ്റെ കൂടെ മൾട്ടിപ്പിൾ ചെയ്തത് എന്താ, ഒരു പോസിറ്റീവ് ടേം ആണ്. സോ x വി ഹാവ് ട്രൈഡ് 4/2. ഇൻസ്റ്റെഡ് ഓഫ് ഈ 2ന് പകരം വി ഹാവ് ഹിയർ -2 ആണെങ്കിൽ എന്തായിട്ട് മാറും, ദ സൈൻ വിൽ ബി റിവേഴ്സ്. ലെസ് പോയിട്ട് എന്തായിട്ട് മാറും, ഗ്രേറ്റർ ദാൻ ആവും. ഇവിടെ നമുക്ക് എന്താ, പോസിറ്റീവ് നമ്പറാണ് 2യുടെ കൂടെ മൾട്ടിപ്പിൾ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ രണ്ട് സൈഡും 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് അല്ലേ. സോ ദാറ്റ് മീൻസ് x എന്ത് കിട്ടി, 2. x <2. അപ്പോൾ x <2 ആവുന്ന കേസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ അല്ലേ. ഏതൊക്കെയാണ് ഇൻറ്റീജർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഏതൊക്കെ സൊല്യൂഷൻ സെറ്റാണ് നമുക്ക് എക്സിൽ വരുന്നത് അല്ലേ. അപ്പോൾ x <2 ആണെന്ന് പറയുമ്പോൾ 2 ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സെറ്റ്. ഈക്വലും കൂടി ഉണ്ടെങ്കിൽ 2 ഇൻക്ലൂഡഡ് ആവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഏത് വരെ വരാം, എക്സിൻ്റെ വാല്യൂ 1 വരെ വരാം അല്ലേ. എവിടെ നിന്ന് തൊട്ടിട്ട്, ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ -1 കൊടുത്താലും -1 < 2 അല്ലേ, -100 കൊടുത്താലും -100 < 2 അല്ലേ. അപ്പോൾ ഓൾ നെഗറ്റീവ് നമ്പേഴ്സ് അപ് ടു 1 വരെ. അപ്പോൾ ഒന്നാമത്തെ സെറ്റിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും വരിക, -∞ തൊട്ടിട്ട് എക്സെട്ര പോയിട്ട് എന്ത് വരും, 0, 1 വരെ വരാം. 2 ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സെറ്റ്, കാരണം ഈക്വൽ സിമ്പിൾ ഇല്ല. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുക എന്താ, എക്സ് ഈസ് എ റിയൽ നമ്പർ. റിയൽ നമ്പർ പറയുമ്പോൾ എന്താ, അതിൽ ഫ്രാക്ഷൻ വരാം, ഡെസിമൽസ് വരാം, റാഷണൽ നമ്പേഴ്സ് വരാം, എല്ലാം വരാം. ഏത് വരെയുള്ളത്, അപ് ടു 2 വരെ അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്താം, റിയൽ നമ്പർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താം, -∞ to അല്ലേ, -∞ to 1, ഓർ വി ക്യാൻ റൈറ്റ് -∞ to 2 അല്ലേ. 2 എന്ന് പറയുമ്പോൾ ഓപ്പൺ ഇൻ്റർവൽ കൺസിഡർ ചെയ്യാം. -∞ to 2 ഓപ്പൺ ഇൻ്റർവൽ കൊണ്ട് മീൻസ് എന്താ, എൻഡ് പോയിന്റ്സ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സെറ്റ് അല്ലേ. അപ്പോൾ -∞ to 2 വരെ എഴുതാം, അല്ലെങ്കിൽ -∞ to ക്ലോസ്ഡ് ഇൻ്റർവൽ 1. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് 4x + 3 < 6x + 7. ഓക്കെ, സോ വി ക്യാൻ ടേക്ക് 4x < 6x + 7 + 3. We can take right side means it will come as it is -3. Okay, so 4x < 6x + 7 - 3 is what? 4. The next x we can take together. So 4x is 6x left side -6x less than in the 4. If 4x -6x yes, it is -2x. So -2x less than 4. Okay, so x എന്താണ് നോക്കൂ, നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇവിടെ -2x less than 4 ആണ്. അപ്പോൾ x കിട്ടണമെങ്കിൽ നമ്മൾ രണ്ട് ടേമിലും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ -2x ഡിവൈഡഡ് ബൈ -2. അപ്പോൾ
4 divided by minus 2. അല്ലേ, ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സൈൻ വിൽ ബി റിവേഴ്സ്. അല്ലേ, ലെസ് ദാനുള്ള സിമ്പിൾ എന്തായിട്ട് മാറും? ഇത് ഗ്രേറ്റർ ദാൻ ആയിട്ട് മാറും. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ സൈൻ റിവേഴ്സ് ചെയ്യില്ല, സൈൻ അത് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് സിമ്പിൾ കൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുമെങ്കിൽ സൈൻ വിൽ ബി റിവേഴ്സ്ഡ്. അല്ലേ, സോ -2 ക്യാൻസൽ. ദെൻ therefore we got എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 4/-2. 4/-2 ഈസ് വാട്ട്? എക്സ് ഗ്രേറ്റർ ദാൻ -2. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2നേക്കാൾ വലുതാണ്. അല്ലേ, അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? therefore എക്സ് എന്ന് പറയുന്നത് എവിടെ തൊട്ട് ഏത് വരെ ആയിരിക്കും? -2. അല്ലേ, -2 ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. -2 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി. അല്ലേ, ദിസ് ഈസ് ദ സൊല്യൂഷൻ സെറ്റ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് 5 - 2x/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x/6 - 5. ഓക്കെ, ഇത് സോൾവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് 5 - 2x/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ നമുക്ക് LCM എടുത്ത് എഴുതാം. അല്ലേ, സോ x - 6 × 5 is 30 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്തുവരും? 6 × 5 - 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 × x - 30. ഓക്കെ, സോ 6 × 5 പറയുമ്പോൾ 30 -6 × 2x പറയുമ്പോൾ 12x. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x -3 × 30 മീൻസ് വിച്ച് വിൽ കം 90. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റെപ്പിൽ -12x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x - 90. ഈ +30 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? യെസ്, -30. Okay, therefore we got -12x less than or equal to, less than or equal to 3x. നോക്കൂ, -9 90 -30, that means what? -120. Okay, that means -12x. Okay, 3x we can take left side means it will come -3x less than or equal to -120. Okay, so -12 - 3 means it will come -15x. -15x less than or equal to -120. Okay, then we next we have to find out the value of x. X എന്നുള്ള വാല്യൂ കിട്ടണമെങ്കിൽ എക്സിനോട് കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ടേം എന്താ? -15 ആണ്. സോ വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ബൈ -15. ഓക്കെ, സോ x -15x ഡിവൈഡഡ് ബൈ -15. ഓക്കെ, അതുപോലെ തന്നെ -120 ഡിവൈഡഡ് ബൈ -15. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈൻ എന്തായിട്ട് മാറും? നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ സൈൻ വിൽ ബി റിവേഴ്സ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പോയിട്ട് എന്തായിട്ട് മാറി? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. Okay, so 15 cancel. X greater than or equal to -120 by -15 means what? It is 8. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. അല്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 പറയുമ്പോൾ 8ഓ 8ൽ കൂടുതലോ ആവാം, എത്ര വേണമെങ്കിലും ആവാം. അല്ലേ, സോ വി ക്യാൻ റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ആസ് 8 ഇൻക്ലൂഡഡ് ആണ്. ഈക്വൽ ടു സിമ്പിൾ ഈസ് ദർ, നോ? സോ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ്. സോ ക്ലോസ് ഇന്റർവൽ 8 to infinity. This is the solution of the equation inequality. Clear? Next question, solve 7x plus 3 less than 5x plus 9. Okay, കൂടാതെ show the graph of the solution on number line. അതിൻ്റെ ഗ്രാഫ് നമുക്ക് നമ്പർ ലൈനിലും കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആൻസർ ചെയ്ത് വെക്കാം. 7x plus 3 less than 5x plus 9. Right? Okay, from this we can write 7x less than 5x plus 9. 3 അങ്ങോട്ട് പോകുമ്പോൾ -3. Okay, so 7x less than 5x plus 6. Okay, so 7x 5x we can take left side means -5x less than 6. So 7x minus 5x പറയുമ്പോൾ 2x less than 6. From this we can write x less than 6/2. 2 അല്ലേ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. So 6/2 is what? പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് സൈൻ എന്തില്ല, ചേഞ്ച് ഇല്ല. സോ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 3. ദാറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3നേക്കാൾ ചെറുത്. അല്ലേ, 3നേക്കാൾ ചെറുത് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3നേക്കാൾ ചെറുതാണ് പറയുന്നത്. അല്ലേ, എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 3 പറയുമ്പോൾ -∞ തൊട്ട് ഏത് വരെ വരാം? യെസ്, -∞ to 3. 3 is the open interval. കാരണം എന്താ? -3 to 3 is not included in the set. അല്ലേ, സോ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? -∞, 3. ഇത് നമുക്ക് അതിൽ നമ്പർ ലൈനിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലേ, സോ വി ഹാവ് ടു ഡ്രോ എ ലൈൻ, നമ്പർ ലൈൻ. സോ ഹിയർ സ്റ്റാർട്ടിങ് 0 1 2 3 4 etc. Here -1 -2 -3. Okay, etc.
-4, etc. Like this is the number line. Okay, അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കേണ്ടത് -infinity to 3 ആണ്. So 3 is not included. അല്ലേ, 3 not included. സോ ഓപ്പൺ ഇൻ്റർവൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ക്ലോസ്ഡ് ഇൻ്റർവെലും ഓപ്പൺ ഇൻ്റർവെൽ. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ ആണെങ്കിൽ നമ്മളിവിടെ എന്താ ചെയ്യുക, 3 is not included ആണ്, അപ്പോൾ ഇവിടെ ഒരു ഹോളാണ് ഇടുക, അല്ലേ, ഡാർക്ക് ഇല്ല. ഓക്കെ, ഇനി 3നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ ഈ ഇതാണ് നമുക്ക്. അപ്പോൾ ഈ പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഡാർക്ക് ചെയ്യാം. Okay, this is the graph of the number line of this inequality. Clear? Next question. Solve 3x minus 4 by 2 greater than or equal to x plus 1 by 4 minus 1. Show the graph of the solution on number line. Number line and the graph also we have to draw. Okay, so first we have to solve this inequality. So first we can write 3x minus 4 divided by 2 greater than or equal to, we can take the LCM here. So x plus 1 by 4 into minus 1 means what? Minus 4 whole divided by 4. Okay, then next we can cross multiply, means 4 into 3x minus 4 greater than or equal to 2 into x plus 1 minus 4 means what? X minus 3. Okay, so open, change the bracket means what? 4 into 3, 12x minus 4 into 4, 16 greater than or equal to 2x minus 6. Okay, so 12x greater than or equal to 2x minus 6 plus 16. Okay, that means 12x minus 2x ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ minus 2x. 12x minus 2x greater than or equal to minus 6 plus 16. That means 10. Okay, from this we can write 12x minus 2x എന്ന് പറയുമ്പോൾ എന്താ, yes it is 10x അല്ലേ, 10x greater than or equal to 10. From this we can write x greater than or equal to 1 അല്ലേ. 10 പോസിറ്റീവ് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, സോ സൈനിന് എന്തില്ല, ചേഞ്ച് ഇല്ല. അപ്പോൾ x greater than or equal to 1. ദാറ്റ് മീൻസ് വാട്ട്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ഈക്വൽ ടു സിമ്പിൾ ഉള്ളതുകൊണ്ട് 1 to infinity ആയിരിക്കും സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു ഡ്രോ graph on number line. So we have to draw a number line like that. ഇവിടെ 0, 1, 2, 3, etc. Here minus 1, minus 2, etc. അല്ലേ, അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് 1 to infinity ആണ്. ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവൽ ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ആയതുകൊണ്ട് 1 എന്താണത്, 1 നമുക്ക് ഡാർക്ക് ചെയ്യാം അല്ലേ. 1 തൊട്ടിട്ട് ഇൻഫിനിറ്റിയിലേക്കാണ്, പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ്. സോ വി ഹാവ് ടു ഡ്രോ ദ ഗ്രാഫ് ലൈക്ക് ദാറ്റ്. ഈ പോർഷൻ നമുക്കൊന്ന് ഡാർക്ക് ചെയ്യാം. 1 ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് അത് എന്ത് ചെയ്തു, ഡാർക്ക് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ദ ഇൻഇക്വാലിറ്റി. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേ സെഷൻ. See you in the next class. Bye.